ഹലോ ഗായ്സ്, ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ചക്കയപ്പമാണ്. അതിന് റവ, തേങ്ങ, വെല്ലം ഉരുക്കിയത്, അതേപോലെ തന്നെ ചക്കപ്പഴം വിളയിച്ചതും കൂടെയാണ്. എല്ലാം കൂടെ മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഗ്യാസ് കത്തിച്ച് അതിലേക്ക് വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് വാഴയിലയിലാണ് നമ്മൾ മാവ് പരത്തിയെടുക്കുന്നത്. കുറച്ച് മാവെടുത്ത് വാഴയിലെല്ലാം കഴുകി നല്ല തുടച്ചതിന് ശേഷം അതിലേക്ക് കട്ടി കുറഞ്ഞ് മെല്ലെ മെല്ലെ ഇങ്ങനെ പരത്തി കൊടുക്കുക. നല്ല സോഫ്റ്റായിട്ട് പരത്തിയാൽ അത്രയ്ക്കും ടേസ്റ്റായിരിക്കുമേ. ചിലർ കട്ടിക്കൊക്കെ ആക്കുന്നുണ്ട്, പക്ഷെ ഇങ്ങനെ സോഫ്റ്റായിട്ടൊന്ന് പരത്തിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും. ചിലവർ അരിപ്പൊടിയിൽ അതേപോലെ തന്നെ മൈദയിൽ ഒക്കെ ആക്കുന്നത് കാണാം. അതിനും ടേസ്റ്റ്. പക്ഷേ എനിക്ക് ഈ റവയിലാക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ റവയിലാക്കുന്നത്. എന്നിട്ട് തിന്നായിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് അതിങ്ങനെ മടക്കി കൊടുക്കുക. മടക്കി അങ്ങനെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ടോ, അങ്ങനെ നമുക്ക് ഓരോന്നാക്കി എടുക്കാം. അത് കണ്ടോ, എല്ലാം നമ്മളങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേന് നമ്മുടെ വെള്ളം തിളച്ചു. അതിലേക്ക് നമുക്ക് ആവി കയറ്റാനായിട്ട് ഓരോന്നോരോന്ന് വെച്ച് കൊടുക്കാം. ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് അടച്ച് വെക്കാം. ഒരു 10-20 മിനിറ്റോളം ഇങ്ങനെ വെച്ച് കേട്ടോ. തുറക്കുമ്പോഴത്തേനും നല്ല മണമാണ് വന്നത്, നല്ല കാറ്റും വരുന്നുണ്ട്. എന്നിട്ട് ഞാൻ ഒന്നും കൂടെ അടച്ച് വെച്ച് കേട്ടോ, വെന്തില്ലാന്ന് തോന്നിയിട്ട്. എന്നിട്ട് ലാസ്റ്റ് എടുത്തതാണ്. നല്ല ചൂടോടെയാണ് എടുക്കുന്നത്. കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.